ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് ആരെയും മാനസികമായി വേദനിപ്പിക്കാൻ വേണ്ടി പറയുന്നതല്ല. ഒരു കോമൺ ആയിട്ടുള്ളൊരു കാര്യം, ഒന്ന് രണ്ട് അനുഭവങ്ങൾ ഉണ്ടായതുകൊണ്ടുമാണ് ഈ വീഡിയോ ചെയ്യുന്നത്. ഈ വന്ധ്യതാ ചികിത്സയ്ക്ക് വേണ്ടി വരുന്ന പല രോഗികളും ആദ്യമായി മനസ്സിലാക്കേണ്ടത്, നമ്മൾക്ക് ഇപ്പോൾ ഒരാൾക്ക് മക്കളില്ലെങ്കിൽ ആ വേദന കൂടുതലായിട്ട് അനുഭവിക്കുന്നത് അവർ ഭാര്യയും ഭർത്താവും അല്ലെങ്കിൽ അവരുടെ അച്ഛനും അമ്മയും ആയിരിക്കും. അത് സ്ത്രീയുടെ ആണെങ്കിലും പുരുഷൻ്റെ ആണെങ്കിലും. അതിനപ്പുറത്ത് ഇവർക്ക് മക്കളുണ്ടാവണം എന്ന് ആഗ്രഹിക്കുന്ന എത്ര പേർ ആ കുടുംബത്തിലുണ്ട് എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അതിന് നമുക്ക് ഞാൻ ചുരുക്കി പറയുന്നത്, നമ്മളൊരു തറവാട്ടിൽ ഭാഗം വയ്ക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്, ഒരു 70% കുടുംബങ്ങളിലും പ്രശ്നങ്ങൾ ഉണ്ടാവാറുണ്ട്. ഭാഗം വയ്ക്കുമ്പോൾ 30% പേർക്ക് അത് വിഷയമല്ല. അപ്പോൾ അതിനർത്ഥം ഈ പ്രോപ്പർട്ടി, അത് സ്വത്ത് ഭാഗം വയ്ക്കുമ്പോൾ ഉണ്ടാകുന്ന ആ തർക്കത്തിന് കാരണം അവർക്ക് അവകാശപ്പെട്ടതോ അല്ലെങ്കിൽ അവർ ആഗ്രഹിച്ച പോലെ അവർക്ക് സ്വത്ത് കിട്ടാത്തതിൻ്റെ പ്രശ്നമാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത്, ഏതെങ്കിലും ഒരു വ്യക്തിക്ക് മക്കളില്ലാതിരുന്നാൽ അവരുടെ അഭാവശേഷം, അവരുടെ ഭാവിയിൽ പിന്നീട് അവർക്ക് ശേഷം അത് ആർക്കാണോ അർഹതപ്പെട്ടത്, അതായത് ചിലപ്പോൾ ചേട്ടനായിരിക്കാം, അല്ലെങ്കിൽ അനിയനായിരിക്കാം, അല്ലെങ്കിൽ സഹോദരിയായിരിക്കാം, അങ്ങനെ ആർക്കാണോ അതിൻ്റെ അനന്തരാവകാശികൾ, അവരിൽ 70% പേർക്ക് ഇവർക്ക് മക്കളുണ്ടാവുന്നതിൽ പ്രത്യേകിച്ച് സന്തോഷമൊന്നും ഉണ്ടാവില്ല. എൻ്റെ അനുഭവത്തിൽ പറയുകയാണെങ്കിൽ, ഞാൻ പലരോടും പറയാറുണ്ട്, നിങ്ങൾ മരുന്ന് കഴിക്കുമ്പോൾ ആ മരുന്ന് വളരെ സേഫായി അലമാരയിൽ വെച്ച് പൂട്ടിയിട്ട് വേണം ഉപയോഗിക്കാൻ. എടുത്തു കഴിഞ്ഞാൽ വളരെ ഇതായിട്ട് അലമാരയിൽ വെച്ച് പൂട്ടണമെന്ന് പറയും. തുറന്നു വയ്ക്കുമ്പോഴുണ്ട പ്രശ്നങ്ങൾ, ഇവർ ഈ മരുന്ന് കഴിച്ച് മക്കളായാൽ ഇവരുടെ സാമ്പത്തികം അവർക്ക് തന്നെ ഉപയോഗിക്കേണ്ടി വരും, അതല്ലെങ്കിൽ അനന്തരാവകാശിക്ക് ലഭിക്കുക. അപ്പോൾ അനന്തരാവകാശിയെ സംബന്ധിച്ചിടത്തോളം ഇവർ ഏത് ചികിത്സയ്ക്ക് പോയാലും അത് പരാജയപ്പെടണം എന്നുള്ള ഒരു പ്രാർത്ഥനയായിരിക്കും അവരുടെ മനസ്സിലുണ്ടാവുക. അത് 70% പേരുടെ കാര്യം ഞാൻ പറയുന്നത്, എന്നെ പൊങ്കാലയിടാൻ ആരും വരരുത്, അത് അനുഭവത്തിലൂടെ പറയുന്നതാണ്. അത് നമ്മൾ ചിന്തിച്ചാൽ തന്നെ നമുക്കറിയാം. ചിലപ്പോൾ ഭാര്യയ്ക്കും ഭർത്താവിനും നല്ല ജോലിയായിരിക്കും, അല്ലെങ്കിൽ വിദേശത്തായിരിക്കും, കോടികളുടെ ആസ്തി ഉണ്ടാവും. അവരുടെ കാലശേഷം ആർക്കാണ് അത് അനുഭവിക്കേണ്ട ആളുകളുള്ളത്, അവരെ സംബന്ധിച്ചിടത്തോളം ഇവർക്ക് കുട്ടികളില്ലാത്തതിൽ അവർക്ക് വിഷമമൊന്നും ഉണ്ടാവില്ല. അവരുടെ മക്കൾക്ക് ഇത് അനുഭവിക്കാൻ കിട്ടും എന്നുള്ള ഒരു പ്രതീക്ഷ മാത്രമാണ് അവർക്ക്. ആ പ്രതീക്ഷകളെ മാറ്റിക്കൊണ്ട് അവരൊരു ട്രീറ്റ്മെൻറ്റ് വിജയിക്കുകയാണെങ്കിൽ അത് പരാജയപ്പെടാൻ വേണ്ടിയിട്ടായിരിക്കും ഇവർ കൂടുതലും പ്രാർത്ഥിക്കുക. ഇതിനു മുമ്പ് 1-2 അനുഭവങ്ങൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഇതുപോലെ മരുന്ന് നമ്മൾ കഴിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയുടെ മരുന്ന് എപ്പോഴും കഷായം കുലുക്കി ഉപയോഗിക്കാനാണ് പറയുക. കുലുക്കി ഉപയോഗിക്കുമ്പോൾ അവർ പത വരുന്നു, 2-3 ദിവസം അങ്ങനെ ഉണ്ടായില്ല, അപ്പോൾ എന്താ പതയ്ക്കണ വേണം, അതിൽ വേറെ എന്തോ നമ്മളുടെ ലിക്വിഡ്, സോപ്പിൻ്റെ ലിക്വിഡ് എന്തോ ഇതിൻ്റെ മണം വരുന്നു എന്ന് പറഞ്ഞു. പിന്നെ ഞാൻ ആ സാധനം പിന്നീട് ഉപയോഗിക്കാൻ കൊടുത്തില്ല, വേറെ കഷായം അവർക്ക് അയച്ചു കൊടുക്കുകയായിരുന്നു. കഷായം കേടുവന്നാണെന്നാണ് ഞാൻ പറഞ്ഞത്. പക്ഷേ എനിക്ക് അവിടെ ഞാൻ ചോദിച്ചു, അപ്പോൾ ആരൊക്കെ ഉണ്ട് എന്ന് ചോദിച്ചപ്പോൾ അനിയനും അനിയൻ്റെ ഭാര്യയും ചേട്ടനും ചേട്ടൻ്റെ ഭാര്യയും ഞങ്ങളും എല്ലാവരും കൂട്ടുകുടുംബമാണെന്ന് എന്നോട് പറയുകയും ചെയ്തു. അപ്പോൾ അതിനൊരു സോപ്പിൻ്റെ ഒരു മണം വരുന്നു എന്ന് പറഞ്ഞപ്പോൾ തന്നെ അത് മുമ്പ് 3 ദിവസം അതിൽ പതയും നൊരയൊന്നും വന്നിട്ടുണ്ടായിരുന്നില്ല കുലുക്കിയപ്പോൾ. അപ്പോൾ ഞാൻ വേറെ മരുന്ന് അയച്ചു കൊടുക്കുകയാണ് ചെയ്തത്. അപ്പോൾ എനിക്കതിൽ നിന്ന് കാര്യങ്ങൾ വ്യക്തമായി. പക്ഷേ കുടുംബത്തിലൊരു പ്രശ്നം ഉണ്ടാക്കേണ്ടെന്ന ഉദ്ദേശത്തിൽ ഞാൻ അതിനെക്കുറിച്ച് കൂടുതൽ സംസാരിച്ചില്ല. ഞാൻ അവരോട് പറഞ്ഞത്, നിങ്ങൾ കഴിക്കുന്ന മരുന്ന് അലമാറയിൽ പൂട്ടി ചാവി മാറ്റി വെച്ചിട്ട് വേണം പോകാൻ ജോലിക്ക് പോകുമ്പോൾ എന്ന് ഞാൻ പ്രത്യേകം പറയുകയും ചെയ്തു. അതിനുശേഷം പിന്നെ അങ്ങനെ ഉണ്ടായിട്ടില്ല. അപ്പോൾ ഇത്തരം അനുഭവങ്ങൾ നമുക്ക് നേരിട്ടൊരു പേഷ്യൻ്റ് വരുന്ന സമയത്ത്, നിങ്ങളുടെ അവിടെ ഏട്ടനുണ്ടോ, ഏടത്തിയമ്മയുണ്ടോ, അല്ലെങ്കിൽ അനിയനോ അനിയൻ്റെ ഭാര്യയുണ്ടോ, അവരെ സൂക്ഷിക്കണമെന്ന് പറയാൻ പറ്റില്ലല്ലോ. അതൊരു വേറൊരു രീതിയായി പോയില്ലേ, ഒരു കുടുംബത്തിൽ വഴക്കുണ്ടാക്കുന്ന രീതിയായി പോയി. അപ്പോൾ ഞാൻ പറയുന്നത്, നമ്മൾ മരുന്ന് കഴിക്കുമ്പോൾ ഈ മരുന്ന് കഴിക്കുന്ന ദമ്പതികൾക്കും അവരുടെ അച്ഛനും അമ്മയ്ക്കും മാത്രമാണ് ഇവർ 90% അല്ലെങ്കിൽ 100% മക്കളുണ്ടാവണം എന്നുള്ള ആഗ്രഹം. അല്ലാതെ അനന്തരാവകാശികളായി വരുന്നവർക്ക് ഇവർക്ക് മക്കളുണ്ടാവണമെന്നുള്ള ആഗ്രഹങ്ങൾ 70% പേർക്കും ഇല്ല എന്നാണ് പറയുന്നത്. ആരെങ്കിലും ഇത് കേട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ അത് 30%-ത്തിലുള്ള ആളുകളാണെന്ന് ധരിച്ച് എന്നെ പൊങ്കാലയിടാൻ വരാതിരിക്കുക, അത്രയേ ഉള്ളൂ. പക്ഷേ ഞാൻ പറയുന്നത്, ഏത് മരുന്ന് ചെയ്യുമ്പോഴും ഈ വന്ധ്യതയ്ക്കുള്ള മരുന്ന് കഴിക്കുമ്പോൾ അത് തീർച്ചയായിട്ടും വളരെ സേഫായിട്ടൊരു സ്ഥലത്ത് വെച്ചതിന് ശേഷം മാത്രം
വയ്ക്കുക. ഒരിക്കലും നിങ്ങളുടെ മുന്നിൽ വെച്ച് എനിക്ക് അത് പറയാൻ പറ്റില്ല. അത് വീണ്ടും അത് വേറൊരു പ്രശ്നമാവും. അതുകൊണ്ടാണ് ഞാനിങ്ങനെ ഒരു വീഡിയോയിലൂടെ ഈ സത്യം ഞാൻ തുറന്നു പറയുന്നത്. ഇനിയുള്ള സമയത്ത് വളരെ സേഫായ രീതിയിൽ മാത്രം എല്ലാവരും മരുന്ന് ഉപയോഗിക്കുക.